നമസ്കാരം. ദുബായിലുണ്ടായ വാഹന അപകടത്തിൽ 6 ഇന്ത്യക്കാർ ഉൾപ്പെടെ 8 പേർക്ക് ദാരുണാന്ത്യം. ദുബായ് എമിറേറ്റ്സ് റോഡിലാണ് അപകടമുണ്ടായത്. സാങ്കേതിക തകരാറിനെ തുടർന്ന് റോഡിൽ നിർത്തിയിട്ടിരുന്ന ട്രക്കിന് പിന്നിൽ ഒരു മിനി ബസ് അതിവേഗത്തിൽ വന്നിടിക്കുകയായിരുന്നു. പ്രാദേശിക സമയം ഉച്ചയോടുകൂടിയാണ് അപകടമുണ്ടായത്. അപകട സമയത്ത് മിനി ബസ്സിൽ ഡ്രൈവർ ഉൾപ്പെടെ 16 പേരാണ് ഉണ്ടായിരുന്നത്. 8 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 4 പേരുടെ നില അതീവ ഗുരുതരമാണെന്നും ബാക്കി 4 പേർക്ക് കാര്യമായ പരിക്കുണ്ടെന്നുമാണ് വിവരം. മരിച്ചവരിൽ 6 ഇന്ത്യക്കാരും ഒരു നേപ്പാൾ സ്വദേശിയും ഒരു ശ്രീലങ്ക സ്വദേശിയുമാണുള്ളതെന്നാണ് ലഭിക്കുന്ന വിവരം. മരിച്ച ഇന്ത്യക്കാരിൽ 3 പേർ ഹൈദരാബാദ് സ്വദേശികളും 2 പേർ ഉത്തർപ്രദേശ് സ്വദേശികളും ഒരാൾ പഞ്ചാബ് സ്വദേശിയുമാണ്. അപകടത്തിൽപ്പെട്ടവർ ദുബായിലെ മോട്ടീവ് ടെക്നിക്കൽ സർവീസ് കമ്പനിയിലെ ജീവനക്കാരാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സാങ്കേതിക തകരാറിനെ തുടർന്ന് ട്രക്ക് റോഡിന് നടുവിൽ പെട്ടെന്ന് നിർത്തുകയായിരുന്നുവെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞതെന്ന് ദുബായ് പോലീസ് പറഞ്ഞു. ബസ് ഓടിച്ചിരുന്ന ഡ്രൈവറുടെ പിഴവാണ് അപകടത്തിന് കാരണമെന്നാണ് വിവരം. പരിക്കേറ്റ എല്ലാവരെയും ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് ദുബായ് പോലീസിലെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാഫിക് ഡയറക്ടർ ബ്രിഗേഡിയർ ജുമാ സലീം ബിൻ സുവൈദാൻ വ്യക്തമാക്കി. അപകടത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തുന്നതിനായി ട്രാഫിക് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ സെക്ഷനിൽ നിന്നുള്ള വിദഗ്ധ സംഘം വിശദമായ പരിശോധനകൾ നടത്തി. വാഹന തകരാറുകൾ, ഇന്ധനം തീരൽ അല്ലെങ്കിൽ ടയറിന്റെ കേടുപാടുകൾ എന്നിവ കാരണം ഹൈവേയുടെ നടുവിൽ വാഹനം നിർത്തുന്നത് റോഡ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും അതീവ അപകടമുണ്ടാക്കുമെന്ന് ബ്രിഗേഡിയർ ബിൻ സുവൈദീൻ ഊന്നി പറഞ്ഞു. യാത്ര പുറപ്പെടുന്നതിന് മുൻപ് തങ്ങളുടെ വാഹനങ്ങൾ അനുയോജ്യമായ അവസ്ഥയിലാണെന്ന് ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം വാഹനമോടിക്കുന്നവരോട് അഭ്യർത്ഥിച്ചു. ഫെഡറൽ ട്രാഫിക് നിയമപ്രകാരം റോഡിന് നടുവിൽ വാഹനം നിർത്തുന്നത് 1000 ദിർഹം പിഴയും 6 ട്രാഫിക് പോയിന്റുകളും ലഭിക്കാവുന്ന കുറ്റമാണ്. ഇതിനു പുറമെ ഗതാഗതം തടസ്സപ്പെടുത്തുന്നതിന് ആർട്ടിക്കിൾ 98 പ്രകാരം 500 ദിർഹം പിഴയും ചുമത്തുന്നതാണ്. വാഹനം കേടാവുകയും റോഡിൽ നിന്ന് മാറ്റാൻ കഴിയാതെ വരികയും ചെയ്താൽ വാഹനമോടിക്കുന്നവർ ഉടൻ തന്നെ പോലീസുമായി ബന്ധപ്പെടണമെന്ന് അദ്ദേഹം പറഞ്ഞു. വഴിയിൽ കുടുങ്ങിയ വാഹനത്തിന് പെട്രോളിംഗ് സംഘത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനും യാത്രക്കാരുടെയും മറ്റു റോഡ് ഉപയോക്താക്കളുടെയും സുരക്ഷയ്ക്കായിട്ടുള്ള നിർദ്ദിഷ്ട നടപടിക്രമങ്ങൾ പാലിക്കാനും ഇത് വഴി സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.